വോട്ടെടുപ്പ് കഴിഞ്ഞതോടെ സംസ്ഥാനത്ത് കൂട്ടിയും കിഴിച്ചും മുന്നണികൾ 16 മുതൽ 20 വരെ സീറ്റുകളാണ് UDFന്റെ പ്രതീക്ഷ. 6-നും 10-നും ഇടയിൽ സീറ്റുകൾ ലഭിച്ചേക്കാമെന്ന് ഇടത് ക്യാമ്പ് വിലയിരുത്തുന്നു. അക്കൗണ്ട് തുറക്കാനായില്ലെങ്കിലും വോട്ട് ഷെയർ കുത്തനെ കൂട്ടാനാകുമെന്നാണ് BJPയുടെ കണക്കുകൂട്ട്. വോട്ടെടുപ്പിന് പിന്നാലെ താഴെത്തട്ടിൽ നിന്നുള്ള കണക്കുകൾ ശേഖരിച്ച ലഭിക്കാവുന്ന സീറ്റുകളുടെ കാര്യത്തിൽ പ്രതീക്ഷകൾ നെയ്യുകയാണ് മുന്നണികൾ. ബൂത്ത് തലത്തിലുള്ള കണക്കുകൾ വെച്ചാണ് മുന്നണികളുടെ കൂട്ടിക്കിഴിക്കലുകൾ. 2020 എന്ന് ആവർത്തിക്കുമ്പോഴും 4 സീറ്റുകളുടെ കാര്യത്തിൽ കോൺഗ്രസിന് ആത്മവിശ്വാസക്കുറവുണ്ട്. ആറ്റിങ്ങലും മാവേലിക്കരയും തൃശൂരും കണ്ണൂരും കടുത്ത മത്സരമാണ് നേരിട്ടതെന്ന് കോൺഗ്രസ് നേതാക്കൾ തന്നെ വ്യക്തമാക്കുന്നു. എങ്കിലും 4ഇടത്തും നേരിയ മുൻതൂക്കമുണ്ടെന്നും പാർട്ടി വിലയിരുത്തുന്നുണ്ട്. 16 മുതൽ 20 സീറ്റുകൾ വരെ എന്നതാണ് UDFന്റെ ഒടുവിലത്തെ കണക്കുകൂട്ടൽ. 6 സീറ്റുകളാണ് ഇടതുമുന്നണി ഉറപ്പിക്കുന്നത്. അത് 10 വരെയാകാമെന്നും നേതൃത്വം ചൂണ്ടിക്കാട്ടുന്നു. ന്യൂനപക്ഷ വോട്ടുകൾ ഇത്തവണ അനുകൂലമാണെന്നും ഇടത് ക്യാമ്പ് കണക്ക് കൂട്ടുന്നുണ്ട്. പല മണ്ഡലങ്ങളിലും അത്തരം വോട്ടുകൾ UDFനും ഇടതുമുന്നണിക്കുമായി വിഭജിച്ചു പോകുമെന്നും നേതൃത്വം വിലയിരുത്തുന്നു. താഴെത്തട്ടിൽ നിന്നുള്ള കണക്കുകൾ ശേഖരിച്ച നേതൃത്വം ഇന്ന് അതിന്റെ വിശകലനങ്ങളിലേക്ക് കടക്കും. അക്കൗണ്ട് തുറക്കുമെന്ന് ആവർത്തിക്കുന്ന BJP തിരുവനന്തപുരത്തോ തൃശൂരോ ആണ് അതിന് സാധ്യത കാണുന്നത്. അത്തരമിടങ്ങളിൽ ന്യൂനപക്ഷ വോട്ടുകളുടെ കൃത്യമായ ഏകീകരണം BJPക്കെതിരായി നടന്നുവെന്നും അവർ കാണുന്നുണ്ട്. ക്രോസ് വോട്ടിംഗും BJP സംശയിക്കുന്നു. അക്കൗണ്ട് തുറക്കാനായില്ലെങ്കിലും വോട്ട് വിഹിതം കുത്തനെ കൂട്ടാനാകുമെന്ന് തന്നെയാണ് BJPയുടെ പ്രതീക്ഷ. പോളിംഗിലെ വർധനവ് മുന്നണികൾക്ക് ഒരുപോലെ പ്രതീക്ഷയും ഒപ്പം ആശങ്കയും സമ്മാനിക്കുന്നതാണ്. അടിയൊഴുക്കുകൾ സമ്മതിക്കുമ്പോഴും അത് പ്രവചിക്കാനാകാത്തത് മുന്നണികൾക്ക് ആശങ്കയേറ്റുന്നുമുണ്ട്. റിപ്പോർട്ടർ അൽ അമീൻ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.